ഹേ ഓൾ ബുക്കറ്റ് ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് നമ്മുടെ ക്യാബ് വന്ന് നമ്മൾ സ്ഥലത്തെത്തി. അപ്പം ഇവിടുന്ന് നമ്മൾ കുറച്ച് രജിസ്ട്രേഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റെഡ് ബാൻഡ്, ബ്ലൂ ബാൻഡ് അങ്ങനെ കുറച്ച് ആൾക്കാരെ അവർ വേർതിരിച്ചിട്ട് അങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ബ്ലൂ ബാൻഡ് ആയിരുന്നു. നമ്മളപ്പോൾ ആ ടീമിൽ കയറി നമ്മുടെ ബോട്ടിൽ കയറുമ്പോൾ നമ്മൾ ചപ്പലൊക്കെ ഊരി വെക്കണം കേട്ടോ. അവർ തന്നെ അത് ഊരി വെക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ കയറി എന്തായാലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നത് ഇന്നത്തെ സ്കെഡ്യൂൾ എങ്ങനെയാണ്, എത്ര സമയം നമ്മൾ ചിലവഴിക്കും, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒരു 2-3 ഫാമിലി ആയിട്ടുള്ള ബോട്ട് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഒരു 400 ബാത്ത് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ഫാമിലീസ് ഇരിക്കാം. നമുക്ക് ഈ ബോട്ടാണത്. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി കേട്ടോ, ഇത് കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്ന രീതിയിലുള്ള നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള രീതി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു 35 മിനിറ്റ്സ് ആയിരുന്നു നമുക്ക് ആ ബോട്ടിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയം. പിന്നെ നമ്മൾ അവിടുന്ന് ഓരോ ഐലൻഡ്സിലും പോയി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു നല്ലൊരു ഇതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഐലൻഡ്സ് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു ഐലൻഡ്സ്, ആ വെള്ളത്തിൻ്റെ നിറമാണെങ്കിലും ചുറ്റുമുള്ള സീനറീസ് ആണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് രസമായിരുന്നു അറിയോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്കവിടെ സമയം പോകുന്നതേ മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ട് നമുക്കങ്ങനെ പരിചയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഐലൻഡിലേക്ക് നമുക്ക് സ്നോർക്കിളിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പകുതി വരെ ഇറങ്ങി, പക്ഷേ ഞാൻ ഇറങ്ങി ഫുള്ള് പോകാൻ പറ്റിയില്ല. കാരണം നല്ല വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരുന്നു. ഞങ്ങളന്ന് പോയ സമയത്ത് നല്ല വേവിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കണ്ട, കാരണം എനിക്ക് ഓൾറെഡി നീന്തൽ അറിയില്ല. എന്തിനാണ് റിസ്ക് എടുക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നീന്തൽ അറിയുന്നവർക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അറിയാത്ത എൻ്റെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനത്തെ സാഹസികതകളൊന്നും എടുക്കാൻ പോയില്ല. പക്ഷെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്നോ. ഞാൻ ഇറങ്ങാൻ ശ്രമിച്ചു എങ്കിലും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അതുപോലെ നല്ല അവർ ഓൾറെഡി അവിടെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്, സോ ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമുക്കൊക്കെ ചെയ്ത് തന്നത്. പക്ഷെ അവർ പറഞ്ഞു തന്നു, എന്നാലും എനിക്ക് കുറച്ച് പേരോട് ഞാൻ പോയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് മായാബേ ബീച്ച് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ആട്ടോ. ഇത് സൂപ്പറായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഐലൻഡ് ആയിരുന്നു ഞാൻ കണ്ടതിൽ. നിങ്ങൾക്ക് പോകുന്ന വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ വഴിയൊക്കെ. അത് നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കണ്ടില്ല, ഈ ക്രൗഡിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബീച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ രസമായിരുന്നു. ആ പോകുന്ന വഴി തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂട്ടിയായിരുന്നു. അവിടെ പോകുന്ന വഴി കൂടെ പോകുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഓക്കെ ഈ ബീച്ച് അങ്ങനെ ആയിരിക്കും എന്ന് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു. നമുക്കിവിടെ കുറച്ച് സമയം ഉള്ളായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു ഡേ ഫുള്ള് കംപ്ലീറ്റ് ആണ് 7 ഐലൻഡ്സ്. അപ്പോൾ അത് അവിടെ ചെന്നു കണ്ടു. ഇതാണ് നമ്മളാ പോകുന്ന വഴി. ഇവിടെ ഇങ്ങനെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട്, റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് പോകുന്ന വഴി. ഇങ്ങനെ പല വഴികളായിട്ടുണ്ട് കേട്ടോ. ഇത് പല വഴികളും ചെന്ന് കയറുന്നത് എനിക്കൊന്ന് ബീച്ചിലേക്ക് തന്നെ ആയിരിക്കും. അപ്പം നമ്മളൊരു വഴി അഡാപ്റ്റ് ചെയ്ത് ആ വഴി കൂടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാട്ടോ. ഇതാണ് ആ ബീച്ച്. അയ്യോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇതിനേക്കാളും ഇരട്ടി രസമാണ് കാണാനായിട്ട്. സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല രസമായിരുന്നു. നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന അയ്യോ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആ ബീച്ച് ഒത്തിരി വീഡിയോസും റീൽസും ഒക്കെ എടുത്താൽ കേട്ടോ വീഡിയോന്ന് ആ ബീച്ചിൽ നിന്ന്. പിന്നെ നമ്മൾ പോയത് ഒരു മങ്കി ബീച്ചിലേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നു. സത്യം പറഞ്ഞാൽ ഈ ഐലൻഡ്സിൻ്റെ ഒക്കെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇവിടെ നമുക്ക് സ്വിമ്മിങ് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സ്വിമ്മിങ് ചെയ്യാൻ ആണെങ്കിൽ ഇറങ്ങി സ്വിമ്മൊക്കെ ചെയ്യായിരുന്നു. അവിടെ 2 കുരങ്ങനൊക്കെ ഉണ്ട്. കുരങ്ങൻ 2 പേരൊക്കെ പറയുന്നു, ആഷ്ലിയും ആഷിക്കോ അങ്ങനെ എന്തൊക്കെ ഒരു പേരൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. അതൊക്കെ ചുമ്മാ പറഞ്ഞായിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ പോയത് ഒരു ബീച്ചും കൂടെ ആയിരുന്നു. പക്ഷെ അവിടെ പോകുന്നത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര നമ്മൾ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ കിടത്തിട്ട് അലയ്ക്കുന്ന രീതിയിലുള്ളൊരു പോക്കായിരുന്നു കേട്ടോ അത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ കുറച്ച് തായ് ഫുഡ് രീതിയിലുള്ള ഫുഡായിരുന്നു അത്. റൈസും കിംച്ചിയും ചിക്കനും നൂഡിൽസ് പിന്നെ ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലൺ അങ്ങനെയൊക്കെ ആയിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്ക് അത്രയും കഴിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പുലാവ് ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇവരുടേതായ രീതിയിലുള്ള കുറച്ച് മസാലസൊക്കെ ഇട്ട് വേറെ എന്തോ ഒരു രീതി ആയതുകൊണ്ട് എനിക്കതും കഴിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചാണ് ഞാൻ എൻ്റെ വയറ് നിറച്ചത്. വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷനേക്കാളും മോശമല്ല. എന്നാലും അത്രയും ആ ഒരു ട്രാവലിംഗ് കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല ബുദ്ധിമുട്ടായിട്ട് കഴിക്കാനായിട്ട്. പക്ഷെ ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കോഫി